ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. ഗോവയിൽ കുറേ ലോക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് സ്ഥലത്തും ലോക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇന്ന് നമുക്ക് എപ്പിസോഡ് കിടക്കാം. പറങ്കികൾ എന്നാണല്ലോ പോർച്ചുഗീസുകാർ പറയാം. അവരാണല്ലോ ഇവിടെ നമ്മളെ കശുവണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു വലിയൊരു കശുവണ്ടി ഉണ്ടല്ലോ ഇവിടെ. ഈ സാധനം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കശുവണ്ടിക്ക് ഇവിടെ വില കുറവാണ്. അപ്പം അത് പല തരത്തിലുണ്ട്. ഇതിൻ്റെ തോട് അടക്കമുള്ളതുണ്ട്. കശുവണ്ടീൻ്റെ മദ്യമുണ്ട് ഇവിടെ. കശുവണ്ടിക്കട ഒന്ന് കാണാൻ ചാക്കിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ 1 കിലോ അണ്ടിപ്പരിപ്പ് വാങ്ങിക്കുന്നു. അണ്ടിപ്പരിപ്പല്ല, കശുവണ്ടി. നല്ല അടിപൊളിയാണ്, സൂപ്പറാ. 500 രൂപയുള്ളൂ കിലോന് വില. അതും ഫസ്റ്റ് ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ തോടുണ്ട്, തോട് ഉള്ളതുണ്ട്. ആ തോടുള്ളതിന് അതിലും വില കുറവാണ്, 50 രൂപ കുറവാണ്. കാരണം ആ തോട് ഇങ്ങനെ പൊളിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ഇവിടെ തോടുള്ള കശുവണ്ടിപ്പരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു കശുവണ്ടിപ്പരിപ്പ് നമുക്ക് കാണാം. ഈ ഒരു കീസിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഈ കീസ് ഞാൻ തുറന്നു നോക്കട്ടെ. ഇതിനുള്ളിലാണ് സംഭവം ഉള്ളത്. ഇതാണ് അത്, അതാണ് ഇത്. ഇതിങ്ങനെ തോടിങ്ങനെ കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. കണ്ടല്ലേ, ഇതാണ് ആ സംഭവം. ഇത് കടൻ്റെ മുന്നിൽ അങ്ങ് നിർത്തും. സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈവർക്കും ഗൈഡിനും കമ്മീഷനുണ്ട്. ഇത് ടൂർ പാക്കേജിൽ പെട്ട ഒരു സംഭവമാണ്. നമുക്കത് ഹറാമാണ്. ഇവിടുന്ന് ലിക്കറൊക്കെ ഭയങ്കര വില കുറവാണ്. അപ്പോൾ ഒരാൾക്ക് ഇത്ര കോട്ട കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കണക്കുണ്ട്. 3 കുപ്പി അങ്ങനെ എന്തോന്ന് പറഞ്ഞ് നമ്മളെ പോയി. അപ്പം ഞാനും ഇതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കട്ടെ എന്തൊക്കെയാണ് സംഭവം ഉണ്ടെന്ന് അറിയാം. ഒന്നൊന്ന് പോയി നോക്കാം. एक सेट करो, वो एक सेट करो। डिफरेंट सेट भी है क्या इसमें? हाँ सर, विस्की का है, स्कॉच का। इसका रेंज का डिफरेंट सेट भी है क्या? इसमें 603 कितना हो जाएगा? हां सादा सिमिलर में मतलब 150 का अंतर दिलीप ये सब कैरी करना ऐसी मत बताओ. ഞാൻ പണ്ടിൻ്റെ ഒരു യൂറോപ്യൻ എപ്പിസോഡിൽ ഞാൻ അവിടുത്തെ മദ്യക്കുപ്പീൻ്റെ മോഡൽ കാണിച്ചിരുന്നത്. പല വെറൈറ്റി മോഡൽ. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ മോഡൽ കാണുന്നില്ല. കുറച്ച് മോഡലുകളാണ് കാണുന്നത്. അപ്പോൾ ലഞ്ച് സമയം അയക്കുന്നത്. അപ്പം നമ്മളൊരു ലഞ്ച് കഴിക്കാൻ കയറാണ്. എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഗോവൻ ലഞ്ചാണിത്. ഇതിൽ ഒരു സ്വല്പം ബസുമതി റൈസ് ഉണ്ട്, പിന്നെ തന്തൂരി റൊട്ടിയും കുറച്ച് പച്ചക്കറിയും ഒക്കെ ആയിട്ടുള്ള അടിപൊളിയാണ്, കുഴപ്പമില്ല. ഗോവയിലെ ലോക്കൽ സർവീസ് നടത്തുന്ന ബസ്സാണ്. ഗോവയിലെ തെരുവോര കച്ചവടക്കാരൊരു ഏരിയ ഉണ്ട്. അതിൽ കൂടി അങ്ങനെ നടക്കുകയാണ്.
ഗോവൻ സ്പെഷ്യലാണിത്. Kilo how much? 400. ഇത് ഗോവ ടാറ്റു നമ്മളെ ശരീരത്തിലങ്ങനെ കുത്തുന്നില്ല, അത് 15 ദിവസം നിൽക്കുന്നത്. जोड़ी करता है ना मिर्चा ना ഗോവയിൽ ഈ സ്കൂട്ടർ വാടക കിട്ടും, ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ദിവസത്തിന് വിത്തൗട്ട് പെട്രോൾ വെച്ചിട്ടാണ്. തൊപ്പികൾ തൊപ്പികളും കൂളിംഗ് ഗ്ലാസും അതിവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഗോവയിൽ വിൽപ്പന. പിന്നെ വേറെ ഒന്നും ഇവിടെ ഉണ്ട് കേട്ടോ, മദ്യം സുലഭമാണ്, എല്ലാ കടയിലും കിട്ടും. ഇതൊരു കോട്ടയുടെ അവശിഷ്ടമാണെന്നറിയാം. ഈ പോർച്ചുഗീസുകാരുടെ കാലത്തുള്ള ഒരുപാട് കോട്ടകളുണ്ട്, പിന്നെ വർക്കിങ്ങുള്ള കോട്ടകളുണ്ട്, വർക്കിംഗ് അല്ലാത്ത കോട്ടകളുണ്ട്. ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങോട്ട് ദ്രവിച്ചു പോയിട്ടുള്ള കോട്ടകളാണ്. ഇതങ്ങനെ അതേപോലെ അങ്ങനെ കിടക്കുകയാണ്. ഇതിനെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ അങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ സൈഡിലുള്ള ചുമരും കാര്യങ്ങളും മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഈ ഗോവയിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ കേരളത്തിലൂടെ പോകുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടാകും. കാരണം ഇവിടുത്തെ ഭൂമികളും തെങ്ങും പിന്നെ വീടുകളും പാടങ്ങളൊക്കെ നമ്മളെ കേരളത്തിൻ്റെ ഒരു രൂപമാണ്. പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ അത് കേരളത്തിൽ കൂടെയാണോ പോകുന്നത്. മറ്റുള്ള നോർത്ത് ഇന്ത്യനിലും പോയാൽ അങ്ങനെയല്ല, പെട്ടെന്ന് നമുക്ക് തിരിയാൻ കഴിയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് പനാജിന്ന് പിന്നെ മഡ്ഗോവയ്ക്ക് പോകുന്നതായിട്ടൊരു പാലുണ്ട്. ആ പാലത്തിൻ്റെ കാഴ്ചയാണ് ഈ ഒരു കാഴ്ച. ഇത് രാത്രിയിലൊരു നല്ല അടിപൊളി, കണ്ടാൽ യൂറോപ്പിലാണ് തോന്നും ഇതിൻ്റെ ഇത് മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇതിൻ്റെ വണ്ടിയിലാണുള്ളത്. വണ്ടിയിൽ അങ്ങനെ പോവാണ് രാത്രിക്ക്. ഇനി നേരെ റൂമിലേക്ക് പോകണം. എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ച് ഉഷാറായിട്ടുണ്ട്. കണ്ടാൽ നമ്മുടെ കേരളം തന്നെ തോന്നും ചില സമയത്ത്. പെട്ടെന്ന് ജനങ്ങളെ, സ്ത്രീകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അവരൊരു മിഡി മോഡൽ ഡ്രസ്സാണ് ഇവിടെയുള്ള ഈ ഗോവൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്. പുരുഷന്മാർ കൂടുതലും ട്രൗസർ ഉപയോഗിക്കുന്നവരാണ് ഇവിടെ ഉള്ള ആൾക്കാർ. ഇതാണ് നമ്മളുടെ വണ്ടി. ഇവിടെ ക്രിസ്ത്യൻ ചർച്ചുകൾ ഇഷ്ടംപോലുള്ള സ്ഥലമാണ് ഈ ഗോവ. പഴയതും പുതിയതും പഴയ ഒരുപാട് ഉണ്ട്. മുമ്പ് പോർച്ചുഗീസുകാരുടെ കാലത്ത് ഉള്ള കുറേ ചർച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലത് ഉപയോഗശൂന്യമായതുണ്ട്, ചിലത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അതുമുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് തന്നെ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.